Hello kiddies, this is Anil once again. Welcome back to the online class. Hello everyone, in this video we are discussing the grammatical content question tag. ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് SSLC എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളെയും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവരെയും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി മൊമെൻറ്റ് ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. What is question tag? It's unnecessary to understand the definition, but it's necessary to know the concept. A tag question or question tag is a statement followed by a small question. We use tag questions to ask for confirmation. In a tag question, a statement is made and the question is asked after that. Question tag എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം അതിൻ്റെ വാല് പോലെ വരുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് നമുക്ക് വിളിക്കാൻ വേണ്ടി കഴിയുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, ആ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടായിരിക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫോർ എൻ എക്സാമ്പിൾ, യു ആർ ബിസി. യു ആർ ബിസി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. യു ആർ ബിസി എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം ആർ ഇൻ ഡി യു എന്ന് പറയുന്ന ഒരു ടെയിൽ, ഒരു വാല് നമ്മൾ ചേർക്കുന്നു. ഈ ഒരു ആർ ഇൻ ഡി യു എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗുകൾ അഥവാ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത്. ഐ നോ നൗ യു ഹാവ് എ ഡൗട്ട് ഹൗ വി ക്യാൻ റൈറ്റ് ഓർ ഫൈൻഡ് ക്വസ്റ്റ്യൻ ടാഗ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. ആക്ച്വലി ഇറ്റ്സ് വെരി സിമ്പിൾ. We have to learn a few rules. Then you can also create question tags. Okay, shall we move to the rules? There are 4 basic rules for the question tags. The first one, the sentence and the question tag will be in the same tense. Question tagum അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റും ഒരേ ടെൻസിലായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ നിയമം, അല്ലെങ്കിൽ ഒരു ബേസിക് റൂൾസിലെ ആദ്യത്തേത്. If the sentence is an affirmative sentence, the question tag will be negative. ഇനി സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ ടാഗ് അതുമല്ലെങ്കിൽ ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. If the sentence is negative, yes, the question tag should be positive. അപ്പോൾ നമ്മളുടെ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. തേർഡ് വൺ, the pronoun is always used in the question tag. പ്രൊനൗൺ എപ്പോഴും നമ്മൾ ഒരു സബ്ജക്റ്റിൻ്റെ പൊസിഷനിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതായിരിക്കും. ആൻഡ് ഫോർത്ത് വൺ, ഇൻ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്സ് വി യൂസ് ദ കോൺട്രാക്റ്റഡ് ഫോം ഓഫ് ഹെൽപ്പിംഗ് വേർബ് ആൻഡ് നോട്ട്. എക്സാമ്പിൾ, ഹാസിൻറ്റ്, കുഡിൻറ്റ്, എക്സെട്ര. നമ്മൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ ഈസിൻ്റെ കൂടെ നോട്ടൊക്കെ ചേർക്കുമ്പോൾ, അതുപോലെ തന്നെ ആറിൻ്റെ കൂടെ നോട്ടൊക്കെ ചേർക്കുമ്പോൾ, ഹാസിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ, കുഡിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഷോർട്ട് ഫോംസാണ് നമ്മൾ ഉപയോഗിക്കുക. ഒരു കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോംസാണ് നമ്മൾ ഉപയോഗിക്കുക. ദാറ്റ് മീൻസ് ഈസ് പ്ലസ് നോട്ട് ഈസിൻറ്റ്, ആർ പ്ലസ് നോട്ട് ആറിൻറ്റ്, ഹാസ് പ്ലസ് നോട്ട് ഹാസിൻറ്റ്, കുഡ് പ്ലസ് നോട്ട് കുഡിൻറ്റ്, ക്യാൻ പ്ലസ് നോട്ട് കാൺറ്റ്. ഇതേപോലുള്ള ഒരു ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ കോൺട്രാക്റ്റഡ് ഫോംസ് ആണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ദ ബേസിക് റൂൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ആ 4 ബേസിക് റൂൾസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ബേസിക് റൂൾസിൻ്റെ ഒരു എക്സ്പാൻഡബിൾ വേർഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൂൾ നമ്പർ 1 എന്ന് പറയുന്നത്, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് തരുന്നത് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആണ് നമുക്ക് തരുന്നതെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ, ഹി ഈസ് ഡ്രൈവിംഗ് എ കാർ. ഹി ഈസ് ഡ്രൈവിംഗ് എ കാർ എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞത്? കാരണം നെഗറ്റീവ് വേർഡുകളായിട്ടുള്ള നോട്ട്, ഹാർഡ്ലി, റെയർലി, ബെയർലി, നത്തിങ്, നെവർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു നെഗറ്റീവ് വാക്കുകളും ഉപയോഗിക്കാത്ത ഒരു സെൻറ്റൻസ് ആണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് വാക്കുകളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെൻറ്റൻസ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. എങ്ങനെയാണ് ഇനി ക്വസ്റ്റ്യൻ ടാഗ് എഴുതുക? വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അവിടെ ഹെൽപ്പിംഗ് വേർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് എന്താണ് തന്നിട്ടുള്ളത് എന്ന് നോക്കുക.
ഹി ഈസ് ഡ്രൈവിംഗ് എ കാർ എന്ന് പറയുമ്പോൾ ഈസ് എന്ന് പറയുന്ന ആ ഒരു ബി ഫോമാണ് അവിടെ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഈസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബിനെ എടുക്കുന്നു. ദെൻ അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഓക്സിലറി വെർബിനെ നെഗറ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ജോലി. അപ്പോൾ ഈസിനെ നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ NOT നോട്ട് എന്നുള്ള സാധനം ഒന്ന് ചേർത്താൽ മാത്രം മതി. അപ്പോൾ NOT നോട്ട് കൂടി ചേർക്കുമ്പോൾ ഈസ് പ്ലസ് നോട്ട് അത് ഈസിൻറ്റ് എന്നായി. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്താണോ ആ സബ്ജക്റ്റിനെ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഹി ഈസ് ഡ്രൈവിംഗ് എ കാർ എന്ന് പറയുമ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി എന്ന് പറയുന്നതാണ്, അവൻ എന്ന് പറയുന്ന ആ വാക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഓക്സിലറി വേർബ് പ്ലസ് നോട്ട് ദെൻ സബ്ജക്റ്റ്, അതായത് ഈസിൻറ്റ് ഹി എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായി. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ഇതും ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെഗറ്റീവ് വേർഡ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ബി ഫോമിലുള്ള ആർ എന്ന് പറയുന്ന വേർഷനാണ് അല്ലേ. ARER എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഒരു ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കണക്കിനാണെങ്കിൽ ആർ എന്ന് പറയുന്ന ആ ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ എടുക്കുന്നു. ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ആറിൻ്റെ കൂടെ NOT നോട്ട് എന്നുള്ളത് ആഡ് ചെയ്യുന്നു. സോ ആർ പ്ലസ് നോട്ട് ആറിൻ്റെ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ആറിൻറ്റ് ദെൻ സബ്ജക്റ്റ് എന്താണ് ദേ എന്നുള്ളതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ആറിൻറ്റ് ദേ എന്ന് എഴുതി കഴിയുമ്പോഴേക്കും ക്വസ്റ്റ്യൻ ടാഗുകൾ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് പറഞ്ഞു. ഇതാണ് ആദ്യത്തെ നിയമം. നമ്മളപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളെ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ടാഗിലേക്ക് മാറ്റുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓക്സിലറി വെർബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയും കുറിച്ച് പറഞ്ഞു. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഹെൽപ്പിംഗ് വെർബുകൾ ഒന്നുമില്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകളാണെന്ന് കരുതുക. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലുമുള്ള സെൻറ്റൻസുകൾക്കാണ് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബുകൾ ഒന്നുമില്ലാതെ വരുന്നത്. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുക? അതും വളരെ എളുപ്പം തന്നെയാണ്. അവിടെ നമുക്ക് 3 ഓപ്ഷനുകളാണ് ഉണ്ടാവുക. ഡു, ഡസ്, ഡിഡ് എന്ന് പറയുന്ന 3 ഓപ്ഷനുകൾ. അവിടെ എക്സാമ്പിൾ നോക്കാം. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവിടെ ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഹെൽപ്പിംഗ് വെർബുകളെ ഒന്നും കാണാൻ വേണ്ടി കഴിയില്ല. നേരത്തെ എക്സാമ്പിൾ പോലെ ഹെൽപ്പിംഗ് വെർബുകളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഇവിടെ എഴുതേണ്ടത് എന്ന കാര്യത്തിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അതുപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. ദേ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് ഹെൽപ്പിംഗ് വെർബുകൾ ഒന്നും തന്നെയില്ല. ആൻഡ് തേർഡ് വൺ ഷീ സ്പോക്ക് ഇംഗ്ലീഷ്, അവിടെയും ഹെൽപ്പിംഗ് വെർബുകൾ ഒന്നുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിലെ വെർബ് എന്താണ് എന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവിടെ സ്പീക്സ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വെർബ്. ദേ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ സ്പീക്ക് എന്ന് പറയുന്നതാണ് അവിടുത്തെ വെർബ്. അതുപോലെ തന്നെ ഷീ സ്പോക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ സ്പോക്ക് എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ എക്സാമ്പിളിലെ വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വെർബുകളെ നോക്കുക. ഇനിയാണ് ഈ നിയമം. V1 ഫോമിലുള്ള ഒരു വെർബാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കൂടെ എപ്പോഴും ഡു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് അല്ലെങ്കിൽ ഡു എന്നുള്ളതായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് എപ്പോഴും വരിക. ഇനി V1 ഫോമിലുള്ള വെർബും അതിനോടൊപ്പം SORESൻ്റെ അഡീഷനും ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഡസ് എന്നുള്ളതായിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ സ്പീക്സ്, അതുപോലെ റൈറ്റിൻ്റെ കൂടെ SORES ചേരുമ്പോൾ റൈറ്റ്സ്, പ്ലേ എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ കൂടെ SORES ചേരുമ്പോൾ പ്ലേസ് എന്ന് പറയുന്ന വാക്ക്, കിൽ എന്ന് പറയുന്ന വാക്ക് കില്ലിൻ്റെ കൂടെ SORES ആഡ് ചെയ്യപ്പെടുമ്പോൾ കിൽസ് എന്ന് പറയുന്ന വാക്ക്. ഇതേപോലെ SORES അഡീഷൻ വരുന്ന വാക്കുകളാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വെർബുകളാണ് നമുക്ക് വന്നിട്ടുള്ളതെങ്കിൽ ഡസ് എന്ന് പറയുന്നതായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഉത്തരം. ഇനി അവസാനത്തേത് സ്പോക്ക്. അവിടെ വന്നിരിക്കുന്ന സ്പോക്ക് എന്ന് പറയുന്നതാണ് V2 ഫോമിലുള്ള വെർബാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ V2 ഫോമിലുള്ള വെർബാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിഡ് എന്ന് പറയുന്നതായിരിക്കും ക്വസ്റ്റ്യൻ ടാഗിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യത്തെ റൂള് ഇവിടെയും ആ ബാധകം തന്നെയാണ്. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് ഷുഡ് ബി നെഗറ്റീവ്. സോ ഇവിടെ ഷീ സ്പീക്സ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്പീക്സിൻ്റെ കൂടെ ഡസ് ആണ് വരിക എന്ന് പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഡസിൻ്റെ കൂടെ എന്തുകൂടി ചേർക്കണം? NOT നോട്ട് എന്നുള്ളത് ആഡ് ചെയ്യണം. ഡസൻറ്റ് ഷീ എന്നുള്ളതാണ് അവിടുത്തെ സബ്ജക്റ്റ്. ഡസൻ ഷീ എന്നുള്ളതാണ് ഉത്തരം.
ഇനി സ്പീക്ക് എന്ന് പറയുമ്പോൾ ദേ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്പീക്ക് എന്ന് വരുമ്പോൾ നമുക്കറിയാം ഡു ആണ് വരിക എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഡു എന്ന് മാത്രം അല്ലെങ്കിൽ ഡു ദേ എന്ന് മാത്രം എഴുതിയാൽ ആൻസർ ശരിയാവില്ല. കാരണം ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡോണ്ട് ദേ എന്നൊരു ആൻസർ ആയിരിക്കണം നാം എഴുതേണ്ടത്. മൂന്നാമത്തത് ഷീ സ്പോക്ക് ഇംഗ്ലീഷ്. സ്പോക്ക് എന്ന് വരുന്നതുകൊണ്ട് ഡിഡ് ആണ് വരിക എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിഡ് ഷീ എന്ന് എഴുതിയാൽ ഇതൊരു റോങ് ആൻസറായി മാറും. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതണം? ഡിഡ് പ്ലസ് നോട്ട് ഡിഡിൻ ഷീ എന്നുള്ളതായിരിക്കണം അതിൻ്റെ ആൻസർ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എപ്പോഴും അത് മനസ്സിൽ വെക്കുക. V1 ഫോമിലുള്ള വെർബ് ആണെങ്കിൽ നമ്മൾ ഡു എന്നുള്ളതായിരിക്കും ഉപയോഗിക്കുക. V1 ഫോമിലുള്ള വെർബിൻ്റെ കൂടെ എസ് ഓർ ഇഎസിൻ്റെ അഡീഷൻ വരുന്നുണ്ടെങ്കിൽ ഡസ് ആയിരിക്കും ഉപയോഗിക്കുക. അതുപോലെ തന്നെ V2 ഫോമിലുള്ള വെർബ് ആണെങ്കിൽ നമ്മളെപ്പോഴും ഡിഡ് എന്നുള്ളതായിരിക്കും ഉപയോഗിക്കുക എന്ന കാര്യം മനസ്സിലെപ്പോഴും അങ്ങനെ വെച്ചേക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ റൂൾ നോക്കാം. ഇൻ നെഗറ്റീവ് സെൻറ്റൻസ് ദ ടാഗ് ക്വസ്റ്റ്യൻ വിൽ ബി പോസിറ്റീവ്. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ ടാഗ് ക്വസ്റ്റ്യൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ, ഓൾ ദി ചിൽഡ്രൻ വേർ നോട്ട് പ്രസൻറ്റ്. എന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയത്? NOT എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ആഡ് ചെയ്ത് വന്നതുകൊണ്ടാണ് അത് നെഗറ്റീവ് ആയത്. സോ വേർ നോട്ട് അല്ലെങ്കിൽ വേറിൻഡ് എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് ഏതാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് ഏതാണെന്ന് നോക്കുക. ഇവിടെ തന്നിരിക്കുന്നതിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് വേർ എന്ന് പറയുന്നതാണ്. അതിൻ്റെ കൂടെ NOT വേറിൻഡ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഹെൽപ്പിംഗ് വെർബ്. അതിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ NOT ഒഴിവാക്കിയിട്ട് ആ വേർ മാത്രം നമ്മൾ ഇവിടെ എടുക്കുന്നു. അതിനുശേഷം സബ്ജക്റ്റ് എന്താണോ അത് എഴുതി വെക്കുന്നു. സോ വേർ നോട്ട് പ്രസൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വേർ ഇൻ പ്രസൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിൽ വേർ ദേ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എവറിബഡി കനോട്ട് ബി ക്ലെവർ. എവറിബഡി കനോട്ട് ബി ക്ലെവർ. അപ്പോൾ കനോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്യാൻ പ്ലസ് നോട്ടാണ്. അതുകൊണ്ട് തന്നെ ആ നോട്ട് എന്ന് പറയുന്നതിനെ ഒഴിവാക്കുന്നു. ക്യാൻ എന്ന് പറയുന്ന ആ ഒരു ഹെൽപ്പിംഗ് വേർബിനെ മാത്രം എടുക്കുന്നു. അതിൻ്റെ കൂടെ നമ്മളുടെ സബ്ജക്റ്റ് എന്താണോ ആ സബ്ജക്റ്റിനെ അവിടെ എഴുതുന്നു. സോ ക്യാൻ ദേ, എവ്രിബഡി എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ട് തന്നെ ക്യാൻ ദേ എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഇതാണ്, NOT എന്ന് പറയുന്ന വാക്ക് അതിപ്പോൾ ആറിൻ്റെ കൂടെയോ ഈസിൻ്റെ കൂടെയോ ഹാസിൻ്റെ കൂടെയോ ഹാവിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാലും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വന്നാൽ ആ NOT ഒഴിവാക്കിയിട്ട് ആ ഓക്സിലറി വേർബിനെ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബിനെ നമ്മൾ എടുത്തെഴുതുന്നു. അതിനുശേഷം സബ്ജക്റ്റ് എടുത്തെഴുതി കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവ് ഫോമിലുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി നമ്മൾ അടുത്തതായി പറയാൻ വേണ്ടി പോകുന്നത് ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ സെൻറ്റൻസുകളെ കുറിച്ചാണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്വസ്റ്റുകളും കമാൻഡുകളൊക്കെ മേക്ക് ചെയ്യുന്ന സെൻറ്റൻസുകളെയാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് വിളിക്കുന്നത്. സോ ഒരു അഫർമേറ്റീവ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ, അതായത് പോസിറ്റീവായ ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ നാം എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് എഴുതുന്ന സമയത്ത് വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു എന്നുള്ളതായിരിക്കും ഉപയോഗിക്കുക. ഇനി എക്സാമ്പിൾ നോക്കാം. ബി അഷ്വേർഡ് ഓഫ് ഓൾ കോപ്പറേഷൻ, വിൽ യു. സ്വിച്ച് ഓൺ ദ കൂളർ, വിൽ യു. ആ കൂളർ ഒന്ന് ഓൺ ചെയ്യൂ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വിൽ യു എന്നുള്ളത് നമ്മളവിടെ ഉപയോഗിക്കുന്നു. പ്ലീസ് ഗിവ് മീ ദ ഡോക്യുമെൻറ്റ്സ്, നമ്മളവിടെ ഉപയോഗിക്കുന്നത് ആ ഒരു റിക്വസ്റ്റിന് നമ്മളവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വോണ്ട് യു എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗാണ്. കൈൻഡ്ലി ടേക്ക് എ സീറ്റ്, വിൽ യു. അപ്പോൾ നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ അവയ്ക്ക് ക്വസ്റ്റ്യൻ ടാഗുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് ഉത്തരങ്ങളാണ് എഴുതാൻ വേണ്ടി കഴിയുക. വിൽ യു അതുമല്ലെങ്കിൽ വോണ്ട് യു എന്നുള്ളതായിരിക്കണം അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത്. ഇനി അടുത്തൊരു നിയമം നോക്കാം. നെഗറ്റീവ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ, അതായത് കമാൻഡുകളും റിക്വസ്റ്റുകളൊക്കെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളായി വരുന്ന സമയത്ത് നമ്മളെപ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് ഉപയോഗിക്കുക വിൽ യു എന്ന് പറയുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഡോണ്ട് ടച്ച് ദ വയർ. ഡോണ്ട് ടച്ച് ദ വയർ എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് കമാൻഡാണ്. ആ കമാൻഡ് വരുന്ന സമയത്ത് വിൽ യു എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ ടാഗ്. അതുപോലെ ഡോണ്ട് ലിറ്റർ ഹിയർ, അതും ഒരു നെഗറ്റീവ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. വിൽ യു എന്നുള്ളതായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഡോണ്ട് മേക്ക് എ നോയ്സ് എന്ന് പറയുമ്പോൾ അതും ഒരു നെഗറ്റീവ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലെങ്കിൽ ഒരു കമാൻഡാണ്. അപ്പോൾ അതിൻ്റെയും ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും വിൽ യു ആയിരിക്കും. സോ നെഗറ്റീവ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും വിൽ യു എന്നായിരിക്കും എന്നത് ഓർത്തിരിക്കുക.
ഇനി അടുത്തൊന്ന് നോക്കാം. ഇമ്പരേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ ലെറ്റസ് എന്ന് വെച്ച് തുടങ്ങുകയാണെന്ന് കരുതുക. ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ് എന്ന് പറയുന്ന വാക്ക് വെച്ച് തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന വാക്കുകൾ, അതായത് ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഒരു ഒപ്പീനിയനുകളോ അല്ലെങ്കിൽ പ്രപ്പോസലുകളൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് പറയാറുള്ളത്. അങ്ങനെ ലെറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ ലെറ്റസ് കൊണ്ട് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൽ വി എന്നായിരിക്കും. ലെറ്റസ് കൊണ്ട് തുടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൽ വി എന്നായിരിക്കും. എക്സാമ്പിൾ നോക്കാം. ലെറ്റ് അസ് ഗോ ഫോർ എ മൂവി, ഷാൽ വി. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ലെറ്റ് അസ് ഹെൽപ്പ് ഹർ ടു കംപ്ലീറ്റ് ദ വർക്ക്, ഷാൽ വി. ലെറ്റ് അസ് ഗോ ടു മീറ്റ് ഹർ, ഷാൽ വി. സോ ലെറ്റസ് കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഷാൽ വി എന്നായിരിക്കും. മുകളിൽ പറഞ്ഞ നിയമത്തിൻ്റെ മറ്റൊരു ബാക്കി പത്രമാണ് അടുത്ത നിയമം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ലെറ്റ് അസ് എന്ന് വരുമ്പോൾ ഷാൽ വി എന്നായിരിക്കും അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞു. ഇനി ലെറ്റ് എന്ന് മാത്രമാണ് വരുന്നതെങ്കിലോ അതിൻ്റെ കൂടെ അസ് എന്ന് പറയുന്ന ആ ഒരു വേർഡില്ല. ലെറ്റ് മാത്രമാണ് വരുന്നതെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും വിൽ യു എന്നായിരിക്കും. ലെറ്റ് അസ് എന്ന് വന്നാൽ ഷാൽ വി ആണ്. ലെറ്റ് മാത്രമാണെങ്കിൽ വിൽ യു എന്നുള്ളതായിരിക്കും നമ്മളുടെ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾ നോക്കാം. ലെറ്റ് മധു ഗോ, വിൽ യു. ലെറ്റ് ദം ഡു ദെയർ വർക്ക്, വിൽ യു. ലെറ്റ് ദ ലേബറർ ഗോ, വിൽ യു. ഇവിടെ ലെറ്റ് അസ് എന്നല്ല പറഞ്ഞത്, ലെറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ലെറ്റ് എന്ന് മാത്രം പറയുന്ന സാഹചര്യങ്ങളിൽ വിൽ യു എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ടാഗാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന കാര്യം അതുകൂടി ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു നിയമം പഠിക്കാം. ഒരു സെൻറ്റൻസിൽ യൂസ്ഡ് ടു എന്ന് പറയുന്ന വാക്ക് വരികയാണെന്ന് കരുതുക. യൂസ്ഡ് ടു എന്ന് പറയുന്ന ഒരു വാക്ക് ഒരു സെൻറ്റൻസിൽ ഉൾപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഡിഡിൻറ്റ് അല്ലെങ്കിൽ യൂസ്ഡിൻറ്റ് എന്നായിരിക്കും വരിക. ഹി യൂസ്ഡ് ടു കം ഹിയർ. യൂസ്ഡ് എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഡെയിലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഹാബിച്വലായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ്ഡ് ടു എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. അങ്ങനെ യൂസ്ഡ് ടു എന്ന് പറയുന്ന ആ ഫ്രേസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്യുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഡിഡിൻറ്റ് അല്ലെങ്കിൽ യൂസ്ഡിൻറ്റ് എന്നായിരിക്കും എഴുതുക. പക്ഷേ നമ്മൾ കോമൺ ആയിട്ട് ഡിഡിൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്രേസ് മാത്രമാണ് ക്വസ്റ്റ്യൻ ടാഗുകളിൽ സാധാരണ ഉപയോഗിക്കാറുള്ളത്. യൂസ്ഡിൻറ്റ് എന്നുള്ളത് വളരെ അൺയൂഷ്വൽ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്നവയാണ്. സോ ഡിഡിൻറ്റ് എന്ന കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി. അതായത് ഒരു സെൻറ്റൻസിൽ യൂസ്ഡ് ടു എന്ന് പറയുന്ന ഫ്രേസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഡിഡിൻറ്റ് എന്നായിരിക്കും തുടങ്ങുക എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഹി യൂസ്ഡ് ടു കം ഹിയർ, യൂസ്ഡിൻറ്റ് ഹി അല്ലെങ്കിൽ ഡിഡിൻ ഹി എന്നുള്ളതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്. രണ്ടാമത്തെ നോക്കാം. ഹി യൂസ്ഡ് ടു പ്ലേ ദ കാസിയോ വെരി വെൽ, ഡിഡിൻറ്റ് ഹി അല്ലെങ്കിൽ യൂസ്ഡ് ഇൻ ഹി എന്നുള്ളതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്. ബിക്കോസ് അവിടെ യൂസ്ഡ് ടു എന്ന് പറയുന്ന ആ ഫ്രേസ് ആ രണ്ട് സെൻറ്റൻസുകളിലും ഉപയോഗിച്ചത് കൊണ്ടാണ് ഡിഡിൻറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി അടുത്തൊരു നിയമം നോക്കാം. നെവർ, നോ, നോബഡി, ഹാർഡ്ലി, സെൽഡം, സ്കെയർസ്ലി, ഫ്യൂ, ലിറ്റിൽ, നോട്ട്, നൺ, റെയർലി, എക്സെട്ര. ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഒരു നെഗറ്റീവ് വേർഡ്സ് ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫ്രേസുകളാണ്. ഈ നെഗറ്റീവ് ഫ്രേസുകളൊക്കെ ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരികയാണെന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഒരിക്കലും നെഗറ്റീവ് ആവുകയില്ല. കാരണം എന്താ? ആദ്യം പറഞ്ഞ ആ നിയമം തന്നെയാണ്. ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആകുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഈ മേൽ പറഞ്ഞ വാക്കുകളൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻറ്റൻസിലോ വരികയാണെങ്കിൽ ആ സെൻറ്റൻസ് ആസ് യൂഷ്വലി ഇറ്റ്സ് കോൾഡ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സ്വാഭാവികമായിട്ടും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ അല്ലെങ്കിൽ ആ നെഗറ്റീവ് സെൻറ്റൻസുകളുടെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. എക്സാമ്പിൾ നോക്കാം. എ ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്, ഡസ് ഇറ്റ്. മൈ സൺ നെവർ സ്റ്റാൻഡ്സ് സ്റ്റിൽ, ഡസ് ഇറ്റ്. ഹി ഹാർഡ്ലി കെയിം ഹിയർ, ഡിഡ് ഹി. ഹി ഹാർഡ്ലി ഡസ് ഹിസ് ഡ്യൂട്ടീസ്, ഡസ് ഹി. സോ ഇതൊക്കെ നെഗറ്റീവ് ഫ്രേസസ് ആണ്. ഇങ്ങനെ നെഗറ്റീവ് ഫ്രേസസ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വരികയാണെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ടാഗുകളുടെ മറ്റൊരു നിയമം നോക്കാം. ദർ ഈസ് നോ കോൺട്രാക്റ്റഡ് ഫോം ഓഫ് ആം നോട്ട്. ആം നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫോം നമുക്കില്ല.
നമ്മൾ ഈസ് പ്ലസ് നോട്ട് ഈസിൻ്റ് എന്ന് പറഞ്ഞു, ആർ പ്ലസ് നോട്ട് ആറിൻ്റ് എന്ന് പറഞ്ഞു, ആം പ്ലസ് നോട്ട് ആമിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ആം നോട്ട് എന്ന് എഴുതേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ആറിൻ്റ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആയിരിക്കും ക്വസ്റ്റ്യൻ ടാഗിൽ ഉപയോഗിക്കുക. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഐ എം എ ലിറ്റിൽ ലേറ്റ് ടുഡേ. ഐ എം എ ലിറ്റിൽ ലേറ്റ് ടുഡേ. അപ്പോൾ അവിടെ ഒരു ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് ആം എന്ന് പറയുന്ന വാക്കാണ്. ആ ആം എന്ന് പറയുന്ന വാക്ക് നമുക്കറിയാം അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഹെൽപ്പിംഗ് വെർബിൻ്റെ കൂടെ എൻ ഒ ടി നോട്ട് ചേർക്കണം. ആം നോട്ട് ഐ എന്ന് നമ്മൾ ഒരിക്കലും എഴുതാറില്ല. പകരം ആറിൻ്റ് ഐ എന്ന് മാത്രമേ എഴുതാറുള്ളൂ. കാരണം ഇതൊന്നുമല്ല, ആം നോട്ട് ഐ അല്ലെങ്കിൽ ആം നോട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ആറിൻ്റ് ഐ എന്ന് ഉപയോഗിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ എം കോൺഫിഡൻറ്റ്, ആറിൻ്റ് ഐ. അപ്പോൾ ഐ എം കോൺഫിഡൻറ്റ് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആമിൻ്റെ കൂടെ നോട്ട് ചേർത്ത് ആം നോട്ട് എന്നാണ് പറയേണ്ടത് സത്യത്തിൽ. പക്ഷേ ആം നോട്ട് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ്, ആറിൻ്റ് എന്നാണ് പറയുക. ഇനി ഈ ആം നോട്ട് എന്ന് പറയുന്നത് അങ്ങനെ വരില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മറ്റൊരു കേസ് ഉണ്ട്. നമ്മളുടെ ആം ഉപയോഗിച്ച് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെന്ന് കരുതുക. ഐ എം നോട്ട് ലേറ്റ്, ഐ എം നോട്ട് ലേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ നോട്ട് എന്ന് പറയുന്ന വന്നതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തെഴുതേണ്ടത് ആ ഓക്സിലറി വെർബായിട്ടുള്ള ആം ആണ്. ആ സമയത്ത് നമ്മൾ ആമൈ എന്നൊരു ആൻസർ എഴുതിയാൽ അത് തെറ്റില്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാനുള്ള നിയമങ്ങൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഒരു വർക്ക്ഷീറ്റ് ചെയ്തു നോക്കാം. 9 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ 9 ക്വസ്റ്റ്യനും ആ 9 ക്വസ്റ്റ്യൻ്റെ ആൻസറുകളുമാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തേത് വി ആർ ലേറ്റ് എഗെയിൻ. വി ആർ ലേറ്റ് എഗെയിൻ. അവിടെ നമുക്കുള്ള ആ ഒരു ഓക്സിലറി അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നതാണ്. വി ആർ ലേറ്റ് എഗെയിൻ എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എടുക്കുന്നു, അതിൻ്റെ കൂടെ എൻ ഒ ടി നോട്ട് എന്നുള്ളത് ആഡ് ചെയ്യുന്നു, ദെൻ സബ്ജക്റ്റ് ആറിൻറ്റ് വി. രണ്ടാമത്തത് ജൂലി ഈസിൻറ്റ് ആൻ അക്കൗണ്ടൻറ്റ്. ഈസിൻറ്റ് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ ഒ ടി നോട്ട് വന്നതുകൊണ്ട് അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഹെൽപ്പിംഗ് വേർബ് ഈസിൻറ്റ് എന്നുള്ളതാണ് അവിടെയുള്ളത്, അല്ലെങ്കിൽ ഈസ് എന്നുള്ളതാണ് ഹെൽപ്പിംഗ് വേർബ്. അതിലെ നോട്ട് അത് ഒഴിവാക്കുന്നു, പകരം ഈസ് എന്നുള്ളത് മാത്രം എടുക്കുന്നു. ഈസ് എഴുതി അതിനുശേഷം ജൂലി എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ ഷീ എന്ന് പറയുന്ന പ്രൊനൗൺ ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ആ പേരിന് പകരം ഷീ എന്ന് പറയുന്ന പ്രൊനൗൺ ആണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. ഈസ് ഷീ. നെക്സ്റ്റ് വൺ, ഹി ഈസ് വെരി ഹാൻസം. ഹി ഈസ് വെരി ഹാൻസം. ദാറ്റ് മീൻസ് ഹി ഈസ്, ഈസ് ആണ്, അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഹെൽപ്പിംഗ് വേർബ്. അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഈസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം, എൻ ഒ ടി നോട്ട് ചേർക്കണം. ഈസിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ ഈസിൻറ്റ്, അത് കഴിഞ്ഞ് സബ്ജക്റ്റ് ഹി എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഈസിൻറ്റ് ഹി. നെക്സ്റ്റ് വൺ, ദേ ആറിൻറ്റ് ഇൻ മുംബൈ ആറ്റ് ദ മൊമെൻറ്റ്. ആറിൻറ്റ് എന്നാണ് പറഞ്ഞത്, അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, ബിക്കോസ് നോട്ട് വന്നു. അപ്പോൾ ആറിൻറ്റിൻ്റെ കൂടെയുള്ള ആ നോട്ടിനെ ഒഴിവാക്കി ആറ് മാത്രം നമ്മൾ എടുക്കുന്നു. ദേ എന്ന് പറയുന്ന സബ്ജക്റ്റും എഴുതി വെക്കുന്നു. ആർ ദേ എന്ന് എഴുതുമ്പോഴേക്കും അതിൻ്റെ ഉത്തരമായി. അഞ്ചാമത്തത് യു ആർ ഇൻ ഫ്രം ബ്രസീൽ. യു ആർ ഇൻ ഫ്രം ബ്രസീൽ. സോ ആറിൻ്റെ എന്നാണ് പറഞ്ഞത്, ആർ പ്ലസ് നോട്ട്, അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിലെ നോട്ട് ഒഴിവാക്കുന്നു, ആറിനെ മാത്രം എടുക്കുന്നു. ദെൻ നമ്മളുടെ സബ്ജക്റ്റ് ആർ യു. ബാക്കിയുള്ള 4 എക്സാമ്പിൾസും ഇതേപോലെ തന്നെയാണ് വരുന്നത്. അഞ്ചാമത്തെ കഴിഞ്ഞ് ആറാമത്തെ ആ ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ലൈക്ക് ചോക്ലേറ്റ്. ആദ്യം പറഞ്ഞ ആ നിയമമാണ്. ഡു ഡസ് ഡിഡ്. ലൈക്ക് എന്നാണ് പറഞ്ഞത്, V1 ഫോമിലുള്ള വെർബാണ്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഡു എന്നൊരു ഓപ്ഷനാണ് നമ്മളുടെ മുൻപിൽ ഉണ്ടാവുക. ആ സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഡു എന്നുള്ളത് ഡു ഐ എന്ന് എഴുതുന്നതിന് പകരം ഡു പ്ലസ് നോട്ട് ഐ, അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഡോണ്ട് ഐ വന്നത്. അതേ സ്ഥാനത്ത് ഒരു നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഡു ഐ എന്ന് എഴുതുന്ന ആ ഒരു ആൻസർ ശരിയായേനെ. നെക്സ്റ്റ് വൺ, ഷീ ഡസൻ വർക്ക്. ഷീ ഡസൻ വർക്ക് അങ്ങനെ പറയുമ്പോൾ തന്നെ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഷീ ഡസൻ വർക്ക് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡസിൻറ്റ് അതിലെ നോട്ട് മാറ്റുന്നു, ഡസ് മാത്രം എടുക്കുന്നു. ദെൻ സബ്ജക്റ്റ് ഡസ് ഷീ. വി ലിവ് ഇൻ ടൈനി ഫ്ലാറ്റ്. വി ലിവ് ഇൻ ടൈനി ഫ്ലാറ്റ്. ലിവ് എന്ന് പറയുന്ന വാക്കാണ് അവിടുത്തെ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. V1 ഫോമിലുള്ള വെർബാണ്. സോ V1 ഫോമിലുള്ള വെർബാണെങ്കിൽ ഡു എന്ന് പറയുന്നതാണ് ഓപ്ഷൻ. സോ അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഡുവിൻ്റെ കൂടെ നോട്ട് ചേർത്ത് ഡോണ്ട്
വി എന്ന ആ സബ്ജക്റ്റ് കൂടി അവിടെ എഴുതി വെക്കുന്നു. സോ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതിൽ കൂടുതൽ വർക്ക്ഷീറ്റുകൾ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട വർക്ക്ഷീറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇറ്റ്സ് വെരി ഈസി. എന്ത് രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന പാറ്റേണിൽ ഉണ്ടായിക്കഴിഞ്ഞാലും സ്പെഷ്യലി വിദ്യാർത്ഥികളോടാണ്. കാരണം മാർച്ച് 17-ാം തീയതി എക്സാമൊക്കെ എഴുതാൻ വേണ്ടി പോകുന്ന ആ ഒരു തിരക്കിലാണ് നിങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ എക്സാമൊക്കെ എഴുതാൻ വേണ്ടി പോകുന്ന ആ തിരക്കിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതിനുള്ള മറുപടി എന്തായാലും തരുന്നതായിരിക്കും. ഞങ്ങളുടെ കോൺടാക്ട് നമ്പേഴ്സ് കൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിലുള്ള സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാം. തീർച്ചയായിട്ടും അതിനുള്ള മറുപടികൾ തരുന്നതായിരിക്കും.